ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷം ഉള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ ഫ്രണ്ട് ഷെൽജ റായ്പൂരിൽ നിന്ന് ഇന്ന് ലാൻഡ് ചെയ്യുന്ന ദിവസമാണ്. മാത്രമല്ല ഞാൻ എൻ്റെ വീട്ടിലേക്കും കൂടെ പോവുകയാണ്. 2 മാസത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കൂടെ എനിക്കുണ്ട്. ഞാൻ മാത്രമല്ല, ഉണ്ണിക്കുട്ടന് ഹാപ്പിയാണ്. ബൈ ഗോ ഗോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഉണ്ണിക്കുട്ടന് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും അമ്മ ടാറ്റ പോകാമെന്ന് പറയും. അപ്പം തന്നെ കണ്ടില്ല അവൻ്റെ സന്തോഷം. അപ്പം പോകുന്ന വഴി എൻ്റെ വീട് അതിരമ്പുഴയാണ്. എന്നെയും കുഞ്ഞിനെ അവിടെ ഇറക്കിയിട്ട് ഇവർ മാത്രം പോയി വിളിച്ചിട്ട് വരാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് മാറി. ഇപ്പം നമ്മൾ ബേക്കറി കയറുക, അവന് ഉണ്ണിക്കുട്ടനെ കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അവന് കഴിക്കാൻ ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയാണ് കടയിൽ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പം എന്നെ ആദ്യം വീട്ടിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾ ചെറുതായിട്ട് അത് മാറ്റി. ഞാനും കുഞ്ഞും കൂടെ എയർപോർട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള യാത്രയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് അവന് വിശക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ദോശയോ എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ സമയം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതും ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്നെയും കൂടെ അവിടെ ഇറക്കിയിട്ട് പോകുമ്പോൾ പിന്നെയും താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് MC റോഡ് വഴി പിടിക്കാമെന്ന് വിചാരിച്ചു. MC റോഡ് വഴി ഡയറക്റ്റ് കൊച്ചിക്ക് പിടിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഞങ്ങൾ 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം ആ 7:30 ഒരു ചെറിയ തിരക്കുണ്ട് റോഡിൽ. ഒരു 9 ആകുമ്പോഴത്തേക്ക് റോഡ് കുറച്ചുകൂടെ ഫ്രീ ആണ്. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അതിനെ പെട്രോൾ അടിച്ചില്ല. നമുക്ക് പെട്രോൾ അടിക്കാൻ കയറണം. അത് പെട്രോൾ പമ്പിൽ വന്നു. നമ്മൾ ഇവിടെ വെച്ച് ഞങ്ങളൊരു കുട്ടിയെ കണ്ടു. പപ്പടമൊക്കെ വാങ്ങിച്ചു. ഉണ്ണിക്കുട്ടന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. നേരത്തേക്ക് ഉണ്ണിക്കുട്ടൻ മാമാൻ്റെ കൂടെ പുറകിലായിരുന്നു. അവന് ഫ്രണ്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അവൻ എൻ്റെ കൂടെ ഫ്രണ്ടിൽ വന്നു. ഇവനിതാണ് എൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കണം, പിന്നെ പുറകോട്ട് പോകണം. പുറകിലിരിക്കും, വീണ്ടും ഫ്രണ്ടിൽ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും അടങ്ങിയിരിക്കില്ല. പിന്നെ ചെറുതായിട്ട് അവന് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഒത്തിരി ദൂരം പോകുമ്പോൾ. പക്ഷെ ഒരു തവണ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ചില ദിവസം അങ്ങനെ ഛർദ്ദിക്കും, ചില ദിവസം ഛർദ്ദിക്കില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ ഛർദ്ദിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ മാക്സിമം അവനെ ഫ്രണ്ടിൽ തന്നെ ഇരുത്താമെന്ന് ഓർത്തേക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ പുറകോട്ട് പോകും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ കണ്ണനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം പെരുമ്പാവൂരൊക്കെ അടുക്കാറായി. അവൻ ദോശ വാങ്ങിച്ചായിരുന്നു, അത് കൊടുത്തു. കുറച്ച് നേരം നമ്മൾ സൈഡിൽ വെയിറ്റ് ചെയ്തിട്ട് അവന് ഫുഡ് കൊടുത്തത്. പക്ഷേ ആസ് യൂഷ്വൽ അവൻ ഛർദ്ദിച്ചു. അതുകൊണ്ട് ആ സമയത്ത് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പോൾ ഓക്കെ ആയി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ അടുക്കാറായിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അവൾ ഗോവയിൽ എത്തിയെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചായിരുന്നു, പക്ഷെ കഴിച്ചില്ല ഞാൻ. അവൻ അന്ന് എത്തി ഛർദ്ദിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇനി ഷെൽജനെ വിളിച്ചിട്ട് വരുന്ന വഴി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു കുറേശ്ശി മന്തിയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഒരു ഡിഫറെൻറ്റ് നെയിമൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം. നമ്മൾ എയർപോർട്ടിൽ എത്തി. ഷെൽജ ഓൾറെഡി അവിടെ വന്ന് ലാൻഡ് ആയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ വായിരിക്കുന്നത് മൊത്തം ഞങ്ങൾ കേൾക്കേണ്ടി വരും. എല്ലാ തവണയും അവളെ കൂട്ടാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് അവൾ വന്നു കഴിഞ്ഞായിരിക്കും ഞങ്ങൾ വരുന്നത്. ഇന്നും ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ സംഭവിച്ചു. അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ പ്രീപെയ്ഡ് ടാക്സിയിൽ ഇവിടെ വായി പിടിച്ചിരിക്കും. അവർ വിചാരിച്ചാണ് ഞാൻ വണ്ടി പിടിക്കാൻ നിൽക്കുവാന്ന്. കണ്ടോ, ഞങ്ങളെ കണ്ടോ? കണ്ടില്ല, ഞാൻ അകത്താ. ഇറങ്ങണ്ട പറയാം ഞാൻ കൂട്ടി ഇറങ്ങാൻ പോവാണോ? എന്തായാലും നിന്നെ ഇറക്കി വിടത്തില്ലല്ലോ അവിടെ നിന്ന്. ചുമ്മാ അടുത്ത് ട്രോൾ വരാനായിരിക്കും കേട്ടോ, നീയൊക്കെ കൂടെ കൂടെ അല്ല ഇറങ്ങിയില്ലല്ലോ. ഇറങ്ങിയില്ലെന്ന്. നീ വേദിക്ക് പറയാം.
അറൈവെല്ലാം കൂടെ വന്നിട്ട് ഞാൻ പറയാം. ഞാൻ വെള്ളം എന്റെ മൈൻഡ് കേട്ടോ നിനക്ക് ഡിമാൻഡ് എന്തുവാ? ആ കിടക്കാൻ ഇതിനൊരു കുഴിയുണ്ട്. നീ അവിടുന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കല്ലേ? ഭയങ്കര ഡിസ്കഷനിലാണ്. എന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ അമ്മടെ ഞങ്ങള് വന്നു. പറഞ്ഞൊക്കെ തിരിച്ചെടുക്കും. നിങ്ങൾ അരമണിക്കൂറായിട്ട് വരും. അറൈവൽ നിങ്ങൾ വന്നതും ഞാൻ വണ്ടി വിടാൻ മാറ്റിട്ടേ. ഇപ്പോൾ ഷെൽജീനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി പോകുന്ന വഴി ഫുഡ് കഴിക്കണം. ഉണ്ണിക്കുട്ടനും ഏറ്റു. അപ്പം അവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അവനും കഴിച്ചെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തവണ ഇവർ പാതിരാക്കോഴി എന്നാണ് തോന്നുന്നു ഫുഡ് കഴിച്ചത്. അങ്ങനത് പറഞ്ഞു. അപ്പോൾ എങ്കിൽ ഇത്തവണ അവിടെ തന്നെ പോകാം. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അവിടെയും പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒത്തിരി ലേറ്റ് ആകുമോ എന്നുള്ളത് കൊണ്ട് എന്തോ വോക്ക് വേ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒത്തിരി ലേറ്റ് ആകുമോ എന്ന് ഓർത്തിട്ട് അത് പിന്നെ പ്ലാൻ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഫാസ്ടാഗ് റീഡ് ആകുന്നില്ലായിരുന്നു. പിന്നെ അത് എടുത്ത് സെപ്പറേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അത് റീഡായത്. ഇപ്പോൾ ഞങ്ങൾ പാതിരാക്കോഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ അനി തിന്നാനുള്ള വിശപ്പുണ്ട് സത്യം പറഞ്ഞാൽ. ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇനി എന്തോ കഴിക്കുമെന്നുള്ളത്. ആ സമയത്താണ് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ പ്രോ ഡ്രൈവറായിരുന്നു വണ്ടി എടുത്തത്, ഞങ്ങളുടെ ശ്രീനാഥ് മാമൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൂളായിട്ട് പോയി, പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കുമായിരുന്നല്ലേ. ഷോർട്സ് ഒക്കെ അല്ലേ അവരുടെ സെറ്റ് അവിടെ ഭയങ്കര ഐസ്ക്രീം ഐസ്ക്രീം ഷോർട്സ് നമ്മളെ പറ്റിക്കാൻ അങ്ങനെ എന്തൊക്കെ സാധനമല്ലേ. എന്തിറങ്ങിയാലും പോയി തിന്നാനോ. പാതിരാക്കോഴി കോഴിയാണ് അവിടെ. അന്ന് പിന്നെ വിളിക്കാൻ വന്നപ്പോൾ കയറി കണ്ണി കണ്ടൊക്കെ അങ്ങ് ഓർഡർ ചെയ്തില്ലേ. രണ്ട് വർഷം ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കാറ്റ് പോയ. ഇവിടെ ഒരു വണ്ടി സ്ഥലം ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത്. വീഡിയോ എടുത്താണോ? അതിന്റെ മിനിയന്റെ വാ തുറന്നിരിക്കുന്ന കുഴപ്പമില്ല. ഞങ്ങൾ അകത്ത് വണ്ടിയുമായിട്ട് കയറണമെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മൾ പാതിരാക്കോഴിയിൽ വന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ താഴെയൊക്കെ കുറേ പിള്ളേരായിരുന്നു, ഫുള്ള് അത്യാവശ്യം നിറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മേളിൽ അപ്സ്റ്റെയറിലിരിക്കുകയാണ് ഓർത്തു അങ്ങോട്ട് വന്നു. അവിടെ അധികം തിരക്കില്ലായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ചെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഹൈറ്റുള്ള ചെയറൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് അതിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അതിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുമെന്ന്. പക്ഷേ അവൻ കഴിച്ചൊന്നുമില്ല. അവൻ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴേ എഴുന്നേറ്റു. അപ്പുറത്ത് നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അവൻ ആ കുട്ടീനെ കണ്ടുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് ഓടുമായിരുന്നു. നമ്മൾ അൽഫാമും ഓർഡർ ചെയ്തായിരുന്നു, അതുപോലെ തന്നെ അൽഫാം മന്തിയും ഓർഡർ ചെയ്തു.
അത് രണ്ടും വന്നു. അപ്പം അത് കഴിക്കാൻ പോവാണ്. ഉണ്ണിക്കുട്ടന് ഇഷ്ടമാണ് മന്തി. അവനും കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു. പക്ഷേ ഭയങ്കര ഹെവി ആയിരുന്നു. അത്രയും ഒത്തിരി മിച്ചം വന്നു ഞങ്ങൾ കഴിച്ചിട്ട്. മാത്രമല്ല കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മത്ത് പിടിച്ചു പോയി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇന്ന് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും കഴിച്ചോ. ഞാൻ കുറച്ച് റൈസേ കഴിച്ചുള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്നങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിക്ക് പിടിച്ച പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനാണെങ്കിൽ വണ്ടിയിൽ കയറിയ ഉടനെ ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞപ്പം ഏകദേശം 1 മണിയായി ഇറങ്ങിയപ്പം. ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ അതിരമ്പുഴയിൽ എന്നെ ഇറക്കണം. എന്നിട്ട് വേണം ഇവർക്ക് കോഴഞ്ചേരിക്ക് പോകാൻ. നമ്മൾ ആദ്യം എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അപ്പം പറ്റിയില്ല. അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് ഇവർ തിരിച്ച് പോന്നു. അപ്പോൾ അത് ഇരുട്ടായതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഇവർ കോഴഞ്ചേരിയിലെത്തി. കോഴഞ്ചേരി പാലായി. അപ്പം ഷെൽജയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഷെൽജനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഷെൽജനെ കൊണ്ടുവരാനുള്ള ഈ വ്ലോഗിൽ അവളെ കൂട്ടാൻ ഞങ്ങളുടെ ഒപ്പം വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ലോഗുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.